Okay. What is discipleship? Discipleship means I am just like my master. എങ്ങനെ എൻ്റെ ഇടയനായിരിക്കുന്നു, എങ്ങനെ എൻ്റെ മാസ്റ്റർ എന്താ പറഞ്ഞത്, യജമാനൻ, എങ്ങനെ എൻ്റെ യജമാനനായിരിക്കുന്നു അതുപോലെ ഞാനും ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു, അതുപോലെ ഞാനും ആയിരിക്കുവാൻ ശ്രമിക്കുന്നു. അതാണ് ഡിസൈപ്പിൾഷിപ്പ്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോരോ ദിവസം ഓരോരോ ഘട്ടത്തിൽ നമുക്ക് കർത്താവിനോട് കൂടുതൽ എങ്ങനെ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കർത്താവിന്റെ സ്വഭാവം നമ്മുടെ ജീവിതം നമുക്ക് എങ്ങനെ വെളിപ്പെടുത്താൻ പറ്റും, അതാണ് ഡിസൈപ്പിൾഷിപ്പ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് പഠിക്കുന്നത്. എല്ലാ വർഷവും ഇപ്പോൾ പറഞ്ഞത് തന്നെ ചില കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പിന്നെ പറയട്ടെ. എല്ലാ ആഴ്ചയും ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കാനായിട്ടാണ്, നിങ്ങൾ ഒരിക്കലും മറന്നു പോകാതിരിക്കാനായിട്ടാണ് ഞാൻ ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. രണ്ട്, ഇത് സ്ലൈഡിൽ കാണിക്കാനുള്ള കാരണം അത് തന്നെയാണ്. So that you can always remember. Acts chapter 11 verse 26. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ അതിന്റെ 11-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ പിന്നെയും എടുത്തു പറഞ്ഞു, അന്ത്യോക്യയിൽ കർത്താവിന്റെ ശിഷ്യന്മാരെ കണ്ട് ജനം അവരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചു. അപ്പം കർത്താവിന്റെ ശിഷ്യനാകുന്നവന് മാത്രമേ ഒരു ക്രിസ്ത്യാനി ആകാൻ പറ്റത്തുള്ളൂ. ഒരു മർത്തോമ കുടുംബത്തിൽ ജനിച്ചു വളർന്നുകൊണ്ടോ, ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്നുകൊണ്ടോ, ഒരു CSI കുടുംബത്തിലോ ഒരു പെന്തിക്കോസ് കുടുംബത്തിൽ ജനിച്ചു വളർന്നുകൊണ്ടോ ഒരു വ്യക്തി ക്രിസ്ത്യാനി ആകുന്നില്ല. അവന്റെ പേര് ചർച്ചിന്റെ രജിസ്റ്ററിനകത്ത് കാണുമായിരിക്കാം, അവന്റെ പേരും ഫോട്ടോയും ഒക്കെ വലിയ വലിയ മാഗസീനിലും വലിയ വലിയ പത്രത്തിലൊക്കെ വരുമായിരിക്കും. പക്ഷേ ജീവന്റെ പുസ്തകത്തിൽ അവന്റെ പേര് കാണണം എന്നില്ല. ദൈവമക്കളെ, ഒരു കാര്യം എടുത്തു പറയട്ടെ, നിങ്ങളുടെ പേര് ചർച്ചിന്റെ രജിസ്റ്ററിൽ ഉണ്ടോ ഇല്ലയോ കാര്യമല്ല. നിങ്ങളുടെ പേര് ന്യൂസ് പേപ്പറിൽ വരുന്നുണ്ടോ, ക്രിസ്ത്യൻ മാഗസിൻസിൽ വരുന്നുണ്ടോ, അതിലൊന്നും കാര്യമില്ല. നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിനകത്ത് ഇല്ലെങ്കിൽ ഓടിയതും അധ്വാനിച്ചതും എല്ലാം വ്യർത്ഥമായി പോകും. അപ്പം യഥാർത്ഥമായിട്ട് ക്രിസ്ത്യാനി ആകണം എങ്കിൽ ഒരു ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചു വളർന്നുകൊണ്ട്, ഒരു ക്രിസ്ത്യ മാതാപിതാക്കളുടെ അണ്ടറിൽ ജനിച്ചു വളർന്നുകൊണ്ട് ഒരു വ്യക്തി ക്രിസ്ത്യാനി ആകുന്നില്ല. അപ്പൊ ഒരു കാരണവശാലും നിങ്ങൾ പറയല് ഇത് തെറ്റായിട്ടുള്ള ട്രെൻഡാണ്. ഞങ്ങളുടെ കുടുംബം ഏതാ നിങ്ങൾക്ക് അറിയാമോ, ഞങ്ങൾ ഏത് കുടുംബത്തിൽ നിന്ന് വരുന്നതെന്ന് അറിയാമോ, ആ പറഞ്ഞ പറച്ചിൽ തന്നെ തെറ്റാ. നമുക്കൊരു കുടുംബമേ ഉണ്ട്, നമുക്കൊരു പിതാവേ ഉള്ളു, അല്ലെ? അതാണ് ആരാണ്? സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ്. ആ പിതാവ് അല്ലാതെ വേറെ പിതാവില്ല. ലോകത്തിൽ പിതാക്കന്മാരെ കാണും, പക്ഷെ അതിൽ നമുക്ക് നെഗളിക്കാനോ അതിലോ അഭിമാനിക്കാനോ ഒന്നുമില്ല. അതുകൊണ്ട് നീ സ്വർഗത്തിൽ പോകത്തില്ല. നിന്റെ അമ്മാച്ചൻ തിരുമേനി ആയിരുന്നു, അല്ലെങ്കിൽ വലിയ വലിയ പ്രീസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് സ്വർഗത്തിൽ അഡ്മിഷൻ കിട്ടണമെന്നില്ല. പള്ളികളിലും അനേക സ്ഥലങ്ങളിൽ അഡ്മിഷൻ കിട്ടും. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മളെല്ലാം ഒരു കുടുംബമായിട്ട്, അല്ലെ? സഹോദര ഒരു ബന്ധത്തിൽ, ഒരു സ്നേഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡായി ജീവിച്ച് നമുക്കൊരു പിതാവേ ഉള്ളൂ. അതാരാണ്? സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ്. ആ പിതാവിന്റെ ഫാമിലിയുള്ള ആൾക്കാരാണ് നമ്മൾ. അതാണ് നമുക്ക് അഭിമാനിക്കാനുള്ള കാരണം. ഓക്കെ, സോ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ കർത്താവിന് ശിഷ്യരാകും. ഓക്കെ, രണ്ട്, അത് നമ്മൾ പഠിച്ചു വരുന്നത് എങ്ങനെ ശിഷ്യനാകണം, ഏതൊക്കെ സെക്ടറിൽ ശിഷ്യനാകണം, അതാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഫസ്റ്റ് സെക്ടർ സ്പിരിച്വൽ, ആത്മീയ തലത്തിൽ എനിക്ക് എങ്ങനെ കർത്താവിന്റെ ഒരു ശിഷ്യനാകാം. സൈക്കോളജിക്കൽ തലത്തിൽ എനിക്ക് എങ്ങനെ കർത്താവിന്റെ ശിഷ്യനാകാം. മൂന്ന്, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ. ഇത് കഴിഞ്ഞ് ഫിസിക്കൽ വരും, ഇത് കഴിഞ്ഞ് ഫിനാൻഷ്യൽ വരും, അത് കഴിഞ്ഞിട്ട് മാരിറ്റൽ വരും, പിന്നെ പാരന്റൽ വരും. ഇങ്ങനെ 7 സെക്ടറിൽ 7 തലത്തിൽ നമുക്ക് കർത്താവിന്റെ ശിഷ്യൻ എങ്ങനാകാം എന്നുള്ള കാര്യമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്പിരിച്വലും സൈക്കോളജിക്കലും നമ്മൾ തീർത്തു. ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യലാണ്. സോഷ്യൽ എന്താണ്? സോഷ്യൽ എന്ന് പറഞ്ഞാൽ ഞാനും ലോകവുമായിട്ടുള്ള ബന്ധം, ഞാനും എൻ്റെ കുടുംബക്കാരുമായിട്ടുള്ള ബന്ധം, ഞാനും ഈ ലോകത്തിലുള്ള ഓരോരോ ആൾക്കാരുമായിട്ട് നമ്മൾ ഇടപെടുന്ന ബന്ധം. ഓക്കെ, അതാണ് നമ്മൾ പഠിച്ചു വരുന്നത്. സ്പിരിച്വൽ മാൻ, കാർണൽ മാൻ നമ്മൾ പഠിച്ചാണ്. എടുത്തു പറട്ടെ, ഒരു വ്യക്തി ക്രിസ്തുവിലായാൽ അവൻ ഒരു പുതിയ സൃഷ്ടിയാണ്, അല്ലെ? പഴയതെല്ലാം കഴിഞ്ഞുപോയി. അപ്പൊ ലോകത്തിലുള്ള മനുഷ്യൻ, ലോകത്തിൽ കർത്താവിനെ അറിയാത്ത ഒരു മനുഷ്യൻ, അവനെ അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ വിളിക്കുന്ന പ്രാകൃത മനുഷ്യൻ, വേൾഡ്ലി മാൻ, പ്രാകൃത മനുഷ്യൻ. അവന് ദൈവത്തെ അറിയത്തില്ല. മനസ്സിലായോ? അവൻ ദൈവവുമായിട്ട് ബന്ധം ഇല്ല, ദൈവമില്ല എന്ന് അവന്റെ മനസ്സിൽ പറഞ്ഞു. എന്നാൽ രണ്ടാമത്തെ മനുഷ്യൻ, അതായത് സ്പിരിച്വൽ മനുഷ്യൻ, അവൻ ഇപ്പൊ ക്രിസ്തുവിലാണ്. പഴയ പ്രാകൃത സ്വഭാവം എല്ലാം മാറിപ്പോയി. ഇപ്പം അവന്റെ ചിന്ത
ക്രിസ്തു ചിന്തിക്കുന്ന പോലാണ്. അവൻ ഇപ്പൊ നടക്കുന്നത് ക്രിസ്തു നടക്കുന്ന പോലെ, ഇപ്പൊ അവൻ സംസാരിക്കുന്നത് ക്രിസ്തു സംസാരിക്കുന്ന പോലെ. അവനെ ആരും ഡിസേർട്ട് ചെയ്യുന്നില്ല, വിവേചിക്കുന്നില്ല. അവൻ ആരെയും വിവേചിക്കുന്നില്ല, അവനെ ആരും വിവേചിക്കുന്നില്ല. അവൻ പക്ഷെ എല്ലാരും വിവേചിക്കുന്നു, പക്ഷെ അവനെ ആരും വിവേചിക്കുന്നില്ല. എന്നാൽ മൂന്നാമത്തെ ഒരു സെക്ടറാണ് ഏറ്റവും ഡേഞ്ചറസ് ഒരു സെക്ടറാണ് കാർണൽ മാൻ, ജഡികൻ എന്നുള്ള ഒരു സെക്ടർ. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പൗലോസ് ഇങ്ങനെയാണ് പറഞ്ഞത്, എനിക്ക് നിങ്ങളോട് ആത്മീകരെന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നില്ല, കാരണം നിങ്ങൾ ഇന്നും ക്രിസ്തുവിൽ ശിശുക്കളായിരിക്കുന്നു. യു ആർ സ്റ്റിൽ ബേബ്സ് ഇൻ ക്രൈസ്റ്റ്. നിങ്ങൾ ഇന്നും ക്രിസ്തുവിൽ ശിശുക്കളായിരിക്കുന്നു. അതിന്റെ അർത്ഥം ശരിയാണ്, നിങ്ങൾ പ്രാകൃത മനുഷ്യരല്ല, ലോകം നടക്കുന്ന പോലുള്ള നടപ്പല്ല നിങ്ങളുടെ. അത് ശരിയാണ്. നിങ്ങൾ കർത്താവിനെ അറിഞ്ഞു, അതും ശരിയാണ്. നിങ്ങൾ സ്നാനപ്പെട്ടു, അതും ശരിയാണ്. നിങ്ങൾ ചിലപ്പോൾ അഭിഷേകം പ്രാപിച്ചു കാണും, അതും ശരിയാ. നിങ്ങൾ എല്ലാ മീറ്റിങ്ങിലും വരുന്നുണ്ടായിരിക്കും, അതും ശരിയാ. എന്നാലും നിങ്ങൾ ഇപ്പൊ എന്താണ്? ബേബ്സ് ഇൻ ക്രൈസ്റ്റ് അല്ലെ? കർത്താവിൽ നിങ്ങൾ ശിശുക്കളാ, വളർന്നിട്ടില്ല. കർത്താവ് ആഗ്രഹിക്കുന്ന നിങ്ങളോട് എന്തുവാണ്? നിങ്ങളോട് വളരാനാണ് ആഗ്രഹിക്കുന്നത് അല്ലെ? അപ്പം നിങ്ങൾ ഇപ്പോഴും ശിശുക്കളായിട്ടിരിക്കുക. പക്ഷേ ഒരാൾ ശിശുവായിട്ടിരിക്കുന്നത് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല, എല്ലാവരും ശിശുക്കളാണ്. പക്ഷെ ആ ശിശുവിന്റെ അവസ്ഥയിൽ എപ്പോഴും ഇരിക്കാനല്ല, അവിടുന്ന് വളരണം, വളർച്ച ഉണ്ടാകണം. 4 വർഷമായി, 5 വർഷമായി, 8 വർഷമായി, 10 വർഷമായി വളർച്ചയില്ലെങ്കിൽ ഇന്നും ശിശുക്കളാണ്. അങ്ങനെയുള്ള വ്യക്തിയോടാണ് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞത്, നിങ്ങളോട് ആത്മീകരെന്ന രീതിയിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ ഇന്നും ശിശുക്കളാണ്, ബേബ്സ് ഇൻ ക്രൈസ്റ്റ്. ഇന്നും നിങ്ങൾ പാലും കുടിച്ചോണ്ടിരിക്കുക. മനസ്സിലായി? എനിക്ക് നിങ്ങൾക്ക് ഇറച്ചി തരണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ ഇറച്ചിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നത്, എനിക്ക് നിങ്ങളോട് ആത്മികരെന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നില്ല, കാരണം നിങ്ങൾ ക്രിസ്തുവിൽ നിന്നും ശിശുക്കൾ. അതിന്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്ന മെസ്സേജ്, ഇന്നത്തെ മെസ്സേജ് അല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് ഇറച്ചിയാണ്, ഭയങ്കര സോളിഡായിട്ട് ഇറച്ചി കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് നിങ്ങളിപ്പോഴും പാല് കുടിക്കുന്നതിന് നിങ്ങൾക്ക് ദഹിക്കാൻ പറ്റുന്നില്ലെന്ന്. പാല് കുടിക്കുന്നത് ദഹിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് എങ്ങനെ ഇറച്ചി കൊടുക്കാൻ പറ്റും? അപ്പൊ നമ്മള് ക്രിസ്തുവിൽ വളരണം അല്ലേ? Every day we need to have a growth. That's what Apostle Paul is talking about there in 1 Corinthians chapter 3 verse 1 to 3. Anyway, so from there we will move. In നമ്മുടെ അടുത്ത ക്ലാസ്സുകളാണ് സോഷ്യൽ സെക്ടർ. സോഷ്യൽ സെക്ടറിൽ നമ്മുടെ റിജക്ഷന്റെ മിക്കവാറും ഉള്ള പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എന്നാലും പെട്ടെന്ന് ഓടിച്ചിട്ട് പറയട്ടെ, എടുക്കാം. 1 Peter 3 verse 9. 1 പത്രോസ് 3-ാം അധ്യായം 9-ാമത്തെ വാക്യം. 1 പത്രോസ് 3-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കാം. ചെയ്യാതെ English. 1 Peter 3:9. Yeah, 3:9. Do not repay evil with evil or insult with insult, but with blessing, because to this you were all called, so that you may inherit a blessing. Praise God. ഇത് നമ്മൾ പഠിച്ച കാര്യമാണ്. ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പറയട്ടെ. Do not pay evil with evil. That means you will get evil. People will talk against you. People will do evil thing against you. But you, being a child of God, you don't pay evil back to evil. അല്ലേ? Evil എന്ന് പറയുമ്പോൾ ദോഷം. ദോഷം ജനം നിങ്ങൾക്ക് ഈ ലോകം ദോഷം ചെയ്യത്തില്ലെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ദോഷം ചെയ്യും. കർത്താവിന് ദോഷം ചെയ്തു. എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ച് അനുഗ്രഹിക്കണം. നമ്മൾ തിരിച്ച് അവർക്ക് ദോഷം നമ്മൾ ചെയ്യില്ല. ശകാരത്തിന് പകരം ശകാരം. എന്താ ശകാരം എന്ന് പറയുന്നത്? എന്താണ്? വഴക്കെടുന്ന അല്ലേ? എന്തോ ഇംഗ്ലീഷിൽ ശകാരം. Do not do evil against evil and then don't. Or insult with insult. Okay, insult. That's a very good word. Thank you for that. Which version is that? This is me. Yeah. Okay, that's a very good version. My version is something else. Insult with insult. ഒരാള് നമ്മളെ, ഒരു വ്യക്തി നമ്മളെ ഇൻസൾട്ട് ചെയ്യുമ്പം അല്ലെ, ഇൻസൾട്ട് ചെയ്യുമ്പം നമ്മൾ ആ ഇൻസൾട്ടിന്റെ പകരം നമ്മൾ അവരെ ഇൻസൾട്ട് വചനത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല, ഇത് ഹെവൻലി കോൾ മിഷൻ ചർച്ച് പറഞ്ഞ കാര്യമല്ല, ഇത് പാസ്റ്റർ രഞ്ജിത്ത് പറഞ്ഞ കാര്യമല്ല, ഞാൻ പറഞ്ഞ കാര്യം വചനത്തിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യമാണ്. ഇൻസൾട്ട്. What is insult, sister? Show us, sister. Can you tell me what is insult? How you feel insult with somebody? How will you feel insult? What is that makes you feel insult? Like I'm sitting here in the public and then I maybe gave you an opinion, like is it like that? You'll say, oh, you just do not know, just leave, just putting me down under. Okay. In presence of everybody. Okay, putting you down in presence of anyway. When you give your opinion, നമ്മുടെ ഒരു അഭിപ്രായം
പബ്ലിക്കില് അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയുമ്പോൾ അതിനെ താഴ്ത്തിയിട്ടിട്ട് നീ ശരിയല്ല, ഞാനാണ് ശരി എന്നുള്ള ഭാവം പബ്ലിക്കിൽ കൊടുക്കുക. അപ്പൊ പബ്ലിക്കിൽ നമ്മൾ ഒരുമാതിരി എന്താ പറയുക, മണ്ടനാക്കുക. അത് നമുക്ക് ഇൻസൾട്ടായിട്ട് തോന്നും, അത് നമ്മൾ ഹേർട്ട് ചെയ്യും അല്ലെ. ഓക്കെ, വാട്ട് എൽസ് യു തിങ്ക്? നമ്മൾ ഇൻസൾട്ട് ആകുന്നത്, എന്നെ ഒരാൾ ഇൻസൾട്ട് ചെയ്തു, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഇൻസൾട്ട് ചെയ്ത് എന്താണ് നമുക്ക് വേറെ എന്ത്? വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്? അല്ലല്ല, ഇൻസൾട്ട് എന്താണ് വാട്ട് യു വിൽ ഫീൽ ഇൻസൾട്ട്? എനിക്ക് ഇൻസൾട്ട് ആയി പോയി, അതെന്താണ്? അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് സിസ്റ്റർ പറഞ്ഞത്? ഒരു പബ്ലിക്കിൽ നമ്മൾ താഴ്ത്തിയിടുമ്പോൾ അതെനിക്കൊരു ഇൻസൾട്ട് ആയിട്ട് തോന്നി. ഓക്കെ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? എനിത്തിങ് എൽസ്? കറക്റ്റ്. അപ്പം കാര്യം ഒന്ന് തന്നെയാണ്. അപ്പം ഇൻസൾട്ടിന്റെ ഓരോരോ ഡെഫിനേഷൻ എടുത്താലും എല്ലാത്തിനും സാരാംശം ഒന്നാ അല്ലെ. വേറെ വ്യക്തിയുടെ മുൻപിൽ പബ്ലിക് മുറിവേൽപ്പിക്കുക അല്ലെ. എന്നെ താഴ്ത്തിയിടുമ്പോ, എന്നെ കൊച്ചാക്കി കാണിച്ചപ്പം എനിക്ക് മുറിവേറ്റു, എന്നെ അത് ബാധിച്ചു, എന്റെ മനസ്സിൽ അത് ഇപ്പോഴും ഇരിക്കുന്നു, ഞാൻ ഇപ്പോഴും അത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു, അതിന് ഹീലിംഗ് നടന്നിട്ടില്ല, നൊമ്പരമുണ്ട്. അപ്പൊ ആ മുറിവേൽപ്പിച്ച ആളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കണ്ടേ? എന്നെ കുറ്റപ്പെടുത്തിയാൽ ഞാനും കുറ്റപ്പെടുത്തും. അതാണ് ആൾക്കാർ പ്രതികരിക്കുന്നത്. പെർഫെക്റ്റ്, താങ്ക് യു ബ്രദർ. അതാണ് ഞാൻ പറയട്ടെ, നമ്മൾ ബൈബിൾ ക്ലാസ് പഠിക്കും, നമ്മൾ അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ല എന്ന് നമ്മൾ പറയും. പക്ഷെ അങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യുന്നത്, എന്നെ കാണിച്ചാൽ ഞാനും തിരിച്ചിടും അല്ലെ. നീ എനിക്ക് 1 തന്നാൽ ഞാൻ നിനക്ക് 10 തരും. എന്നോട് മിണ്ടിയില്ലെങ്കിൽ ഞാനും മിണ്ടത്തില്ല. ഇങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുന്നത്. പക്ഷെ വചനം ഇതാന്ന് പറഞ്ഞ്, വചനം ഇതല്ല പറഞ്ഞു. ഇനി വായിക്കും, പിന്നെ ഒരു വർഷം വായിക്കും. ഇംഗ്ലീഷ് ഗുഡ് വേർഡ്. Do not repay evil with evil or insult with insult. ഒരാൾ നമ്മളെ ഇൻസൾട്ട് ചെയ്താൽ വചനം പറയുന്നു, 1 പത്രോസ് 3-ാം അധ്യായം 9-ാം അധ്യായത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞു, ഒരു വ്യക്തി നമ്മളെ ഇൻസൾട്ട് ചെയ്താൽ നമ്മള് തിരിച്ച് ആ വ്യക്തിയോട് ഇൻസൾട്ട് ചെയ്യല്. എന്തുകൊണ്ട് ചെയ്യല്? വായിക്കാം, അതിന് വായിച്ചു. എന്തുകൊണ്ട് ചെയ്യല്? Because to this you were called. No, but with blessing. ഇതിനു വേണ്ടി നിങ്ങളെ വിളിച്ച് കർത്താവ് നിങ്ങളെ വിളിച്ചത് ഇൻസൾട്ടിന്റെ പകരം ഇൻസൾട്ട് കൊടുക്കാനും ഈവിലിന്റെ പകരം ഈവിൽ കൊടുക്കാനായിട്ടല്ല കർത്താവ് നിങ്ങളെ വിളിച്ചത്. ബട്ട് ബിക്കോസ് ഫോർ ദിസ് യു ആർ ബീങ് കോൾഡ്. But with blessings, because of this you were called, so that you may inherit a blessing. See, നിങ്ങൾ ഒരാൾ ഈവിൽ പറയുമ്പോൾ, നിങ്ങളുടെ അഗേൻസ്റ്റ് ഒരു തെറ്റായിട്ടുള്ള കാര്യം ചെയ്യുമ്പോൾ നിങ്ങളെ ഇൻസൾട്ട് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. പക്ഷെ നിങ്ങള് ഇൻസൾട്ട് ചെയ്യാതെ നിങ്ങള് ആ വ്യക്തിയെ അനുഗ്രഹിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് അനുഗ്രഹം വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമോ? അങ്ങനെയാണോ ഇരിക്കുന്നത്? അപ്പൊ നമ്മൾ ഇൻസൾട്ടിന്റെ പകരം ഇൻസൾട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മുകളിലുള്ള അനുഗ്രഹം തടയുന്ന നമ്മളാ. ക്ലിയർ ആണോ? നമ്മളെ ഒരാൾ ഇൻസൾട്ട് ചെയ്താൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ട് തന്ന ഒരു എനിക്കറിയില്ല, ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തന്നു. $1 നോട്ട് അല്ലെ. $1 നോട്ട് എടുത്തിട്ട് നമ്മള് ഈ നോട്ട് നമ്മൾ കണ്ട കാര്യം, ഇത് ഒരു വെറും പേപ്പർ കഷ്ണമാണ്. ഈ കഷ്ണം ഇത് 2 പേപ്പറാണ് അല്ലെ, രണ്ടിലും വ്യത്യാസമില്ല. പക്ഷെ ഞാൻ ഈ വെളുത്ത പേപ്പർ കൊടുത്താൽ, കടയിൽ കൊണ്ട് കൊടുത്താൽ ഒന്നും കിട്ടത്തില്ല. പക്ഷെ ഈ നോട്ട് കൊടുത്താൽ എനിക്ക് കിട്ടും അല്ലെ, എന്തെങ്കിലും ഇതിന് പകരം കിട്ടും. ഞാൻ ഈ നോട്ടിനെ വളച്ച് മടക്കി താഴെ ഇട്ട് ചതച്ച് കീറിക്കളഞ്ഞ് നോർത്തോ, ഈ കീറിപ്പോയ സാധനം ഞാൻ ബാങ്കിൽ കൊണ്ട് തിരിച്ചു കൊടുക്കുവാൻ എന്തോ തരുവര്? പുതിയ ഒരു നോട്ട് എനിക്ക് തരും. ഈ പേപ്പർ വളച്ച് കീറി ഞാൻ താഴെ ഇട്ട് ചതച്ച് ഇത് ഞാൻ ബാങ്കിൽ കൊണ്ട് കൊടുത്താൽ അവരെന്ത് തരും? ഒന്നും തരത്തില്ല, അടി തരും. പ്രശ്നറിയാം, പോലീസിനെ വിളിക്കും അല്ലെ. ഈ പേപ്പർ പോലെ എന്താ വ്യത്യാസം? ഈ പേപ്പറിന് മുകളിൽ ഒരു സൈൻ ഉണ്ട്, ഒരു സിഗ്നേച്ചർ ഉണ്ട്, ഒരു സ്റ്റാമ്പ് ഉണ്ട് അല്ലെ. ഒരു അതോറിറ്റി, ഒരു ഗവർണർ ഒരു അതോറിറ്റി കൊടുത്തിട്ടുണ്ട്, ഇതിന് വില കൊടുത്തിട്ടുണ്ട്. ആ വില ഒരാൾ നമ്മളെ താഴ്ത്തിയിട്ട് ചവിട്ടി കീറിക്കളഞ്ഞാലും ഇതിന്റെ വില, ഇതിന്റെ വില പോകത്തില്ല.
കാരണം പേപ്പർ അല്ല, അതിന്റെ മുകളിലൊരു സ്റ്റാമ്പ് ഉണ്ട്, അതിന്റെ മുകളിലൊരു അതോറിറ്റി ഉണ്ട്. നമ്മുടെ വില എന്താ നമ്മൾ അറിയണം. നമ്മൾ ഒരാൾ ഇൻസൾട്ട് ചെയ്യുമ്പോൾ, നമ്മൾ ഒരാൾ ഈവിൽ ഒരു ദുഷ്ടത നമ്മുടെ അഗേൻസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ പോകല്ലേ. കാരണം നമ്മുടെ മുകളിൽ ഒരു സ്റ്റാമ്പ് ഉണ്ട്. And whose stamp is that? The stamp is from the Christ Jesus Christ. He paid his last blood on that cross. ആ ക്രൂശിൽ തന്റെ ആ ഓരോരോ ബ്ലഡും പേ ചെയ്തു ആ സ്റ്റാമ്പിന് വേണ്ടി. ആ സ്റ്റാമ്പ് കൊടുത്ത് നിന്നെ വിലക്ക് മേടിച്ചാണ്. ഈ പ്രാകൃത മനുഷ്യൻ ആക്ട് ചെയ്യുന്ന പോലെ നീ ആക്ട് ചെയ്താല് നിന്നെ ജഡികന്റെ ഗ്രൂപ്പിൽ കണക്കാക്കുന്നത് ആസ് പെർ അപ്പോസ്റ്റൽ പോൾ. എന്നാൽ നമ്മൾ ചെയ്യല് അവരെന്തുകൊണ്ടെന്ന് പറഞ്ഞിട്ട് പോട്ടെ, എന്റെ മുകളിൽ ഒരു സ്റ്റാമ്പ് ഉണ്ട്, സിസ്റ്റർ എന്റെ മുകളിൽ ഒരു സീലുണ്ട്, സിസ്റ്റർ എന്റെ മുകളിൽ ഒരു സീലുണ്ട്, എനിക്കൊരു വിലയുണ്ട്. എന്റെ ആ വില ഈ സർവശക്തനായ ദൈവം തന്ന വിലയാണ്. ഇവൻ പറഞ്ഞു എന്നെ ബാധിക്കും. അതാണ്, അങ്ങനെയാണ് നമ്മൾ ആക്ട് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കുള്ള അനുഗ്രഹം, ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന അനുഗ്രഹത്തിന് ഞാൻ തടസ്സമായിട്ട് നിൽക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ അനേക അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കാൻ പറ്റാത്തത് എൻ്റെ അളിയൻ കാരണം കൊണ്ടല്ല, എൻ്റെ അമ്മായിപ്പൻ കാരണം കൊണ്ടല്ല, എൻ്റെ ബന്ധുക്കാർ കാരണം കൊണ്ടല്ല. എൻ്റെ ജീവിതത്തിലെ അനുഗ്രഹം അനുഭവിക്കാൻ പറ്റാത്തത് എൻ്റെ കാരണം. അതാണ് വചനം പറഞ്ഞത്. ആണോ? നിങ്ങളുടെ അനുഗ്രഹത്തിന് നിങ്ങൾ തടസ്സമായി നിങ്ങൾ നിൽക്കരുത്. ആൾക്കാർ എന്ത് വേണേലും പറയട്ടെ. ലെറ്റ്സ് ടേക്ക് ദിസ് ഹോം ദിസ് മോർണിംഗ്. എനിവേ, പെട്ടെന്ന് റീക്യാപ്പ് ചെയ്യാം. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു വന്നത്. സോ വാട്ട് ഹാപ്പൻ, നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന ഒരു കാര്യം. I feel നമ്പർ 1, ഈ റൗണ്ട് നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആരാണ്ട് എന്നെ അറിഞ്ഞുകൊണ്ട് മുറിവേൽപ്പിക്കാനായിട്ട് അവൻ പറഞ്ഞ കാര്യമാണ് എന്ന് പറഞ്ഞാൽ, ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എപ്പോഴും മുറിവായിട്ട് കിടക്കും. ആന്റി പറഞ്ഞ പോലെ അല്ലേ? അവൻ അങ്ങനെ പറഞ്ഞു, അതെന്റെ ലൈഫിൽ മുറിവായിട്ട് കിടക്കുന്നു. I feel I was rejected. എന്നെ തള്ളിക്കളഞ്ഞു, എന്നെ ഒറ്റപ്പെടുത്തി, എന്നെ റിജക്ട് ചെയ്തു. അവൻ എന്നെ വേണ്ട, അവർക്ക് എന്നോട് സ്നേഹമില്ല. ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലുള്ള തിങ്കിങ്. ചിലപ്പോൾ കാണത്തില്ലായിരിക്കും. Who cares? എന്റെ ദൈവത്തിന് തന്നെ വേണമല്ലോ, എന്റെ ദൈവത്തിന് തന്നെ സ്നേഹിക്കുന്നു. Who cares? അങ്ങനെ വരുമ്പോൾ നമുക്ക് ആശ്വാസമുണ്ട്, നമ്മുടെ അനുഗ്രഹം നമ്മൾ തടയുന്നില്ല. പക്ഷേ ഈ ഒരു തിങ്കിങ്, ഈ ഒരു വൈറസ് നമ്മുടെ മനസ്സിൽ കയറും. അവൻ എന്നോട് സംസാരിച്ചില്ല, അവൻ എന്നെ നോക്കിയില്ല, അവൻ എന്നെ ഗവനിച്ചില്ല, അവൻ എന്നെ ചെയ്തില്ല. ഈ തോട്ട് പ്രോസസ് ഏറ്റവും ആദ്യം നമ്മുടെ മനസ്സിൽ കയറും. ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് എന്താ? സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് I allow those thoughts and feelings to control me. ഈ ചിന്ത എന്റെ മനസ്സിൽ വന്നു, ഈ വൈറസ് എന്റെ മനസ്സിൽ കയറി കഴിഞ്ഞു. ഇനി രാവിലെയും വൈകിട്ടും ഞാൻ ഓഫീസിൽ പോകുമ്പോഴും, വണ്ടി ഓടിക്കുമ്പോഴും, ആരാധനയ്ക്ക് ഇരിക്കുമ്പോഴും, കുക്കിംഗ് ചെയ്യുമ്പോഴും, വീട് ക്ലീൻ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ ഈ തോട്ട് പ്രോസസ് ഇങ്ങനെ വലുതായി വരിക അല്ലേ? എന്നാലും അവൻ എന്നോട് അങ്ങനെ ചെയ്യില്ല. അവന് ഞാൻ വെച്ചിട്ടുണ്ട്. കർത്താവ് ഇതൊന്നും കാണുന്നില്ലയോ അല്ലേ? അപ്പൊ ഈ പറഞ്ഞ വ്യക്തി ചിലപ്പോൾ ഈ കാര്യം ചിന്തിക്കുന്നില്ലായിരിക്കും അല്ലെ? പുള്ളിക്കാരൻ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതോ പറഞ്ഞ കാര്യമായിരിക്കും. പുള്ളിക്കാരൻ ലൈഫ് എൻജോയ് ചെയ്യുക. ആരുടെ ലൈഫാണ് പോകുന്നത്? നമ്മുടെ ലൈഫ്. നമ്മുടെ സന്തോഷം കളയുക. നമുക്ക് വീട്ടിൽ ഇരുന്ന് ആരാധിക്കാൻ പറ്റുന്നില്ല, ചർച്ചയിൽ വരുമ്പോൾ ആരാധിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ മുഖത്തെ എക്സ്പ്രഷൻ നമുക്ക് കാണാൻ പറ്റും. ആരാധിക്കാൻ ആഗ്രഹമുണ്ട്, ആരാധിക്കാൻ പറ്റുന്നില്ല. കാരണം മനസ്സിൽ ഈ വൈറസ് കയറിയിട്ടുണ്ട്. എന്നാലും അവൻ എന്നോട് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? അറിഞ്ഞുകൊണ്ടത് ചെയ്തല്ലോ. ഓക്കെ, ഈ തോട്ട് പ്രോസസ്സിൽ നമ്മൾ സ്റ്റക്കായി പോകും. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പ് ഈ ഡയഗ്രാമിൽ നമുക്ക് വായിക്കാൻ പറ്റും. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്തുവാ? നീ ചെയ്തത്, ഇപ്പൊ ഞാൻ ബ്രദറിന്റെ പോയിന്റ് വരിക, ബ്രദർ പറഞ്ഞ കാര്യം. നീ ചെയ്തത് ഞാനും I will react by rejecting others by trying harder to please them. നീ എന്നെ തള്ളിക്കളഞ്ഞു, ഞാനും നിന്നെ. ഒരു സ്റ്റെപ്പ്. ഒരാൾക്കാർ പറയും നിനക്ക് എന്നെ വേണ്ട, എനിക്ക് നിന്നെ വേണ്ട. പക്ഷെ വേറൊരു ടൈപ്പ് ആൾക്കാരുണ്ട്, വേറൊരു കാറ്റഗറി ഉണ്ട്. എന്നാലും അവൻ എന്നെ എന്തിനാ തള്ളിക്കളഞ്ഞു? ചൈൽഡ് ഈഗോ. ഞാൻ വേറൊരു ക്ലാസ് വരുമ്പോൾ ട്രാൻസാക്ഷൻ അനാലിസിസ് പഠിപ്പിക്കാം. അതിനകത്ത് പാരന്റ് ഈഗോ, മെച്യൂർ ഈഗോ, ചൈൽഡ് ഈഗോ എന്തോ പഠിപ്പിക്കാം. പെട്ടെന്ന് ഷോർട്ടായിട്ട് പറയട്ടെ. പാരന്റൽ ഈഗോ. എന്താണ് പാരന്റൽ ഈഗോ? ഇവിടെ വാടാ, കഴിക്കടാ, ഇടിക്കടാ, പിള്ളേരുടെ പറഞ്ഞല്ലേ? അത് പാരന്റൽ ഈഗോ അല്ലെ? അതോറിറ്റി, വിത്ത് അതോറിറ്റി. ഇടിക്കടാ, കഴിക്കടാ. അത് പാരന്റൽ ഈഗോ. എപ്പോഴും പാരന്റൽ ഈഗോ സംസാരിക്കുന്നത്. രണ്ട്, മെച്യൂർ ഈഗോ എന്ന് പറഞ്ഞ ഒരു ഈഗോ ഉണ്ട്. മെച്യൂർ ഈഗോ എന്ന് പറഞ്ഞാൽ
ബാ മോനെ എന്താ ചെയ്യോടാ, കഴിച്ചു കഴിഞ്ഞോടാ, ബാ മോനെ ഇന്ന് കഴിക്കട്ടെ, നമുക്ക് ഇത് കഴിക്കാം ഒരുമിച്ച്. ഇന്ന് എൻ്റെ മമ്മി എന്തോ ഉണ്ടാക്കിയത്, എന്തോ ഉണ്ടാക്കി, മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിയത്, എന്ന് കഴിക്കാം. സെയിം കോൺവെർസേഷൻ കേട്ടോ, സെയിം കോൺവെർസേഷൻ, ഡിഫറെന്റ് ടോൺ. മൂന്നാമത്തെ ഒരു ഒരു കാറ്റഗറി ഉണ്ട്, അതിനെ പറഞ്ഞ ചൈൽഡ് ഈഗോ. ചൈൽഡ് ഈഗോ എന്ന് പറഞ്ഞാൽ എടാ പാടാ, ഇരിക്കടാ, ഇവിടെ കളിക്കടാ. സെയിം തിങ് said in 3 different ways: parental ego, mature ego, child ego. All this ego, when you're in marketing, you need to learn all this thing. When you're talking to somebody, you need to realize what kind of ego that person is. എല്ലാ ബിസിനസ് ഇതിനകത്ത് ഡീലും എപ്പോഴും ഒരു കൺക്ലൂഷൻ എത്തുന്ന ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന മെച്യൂർ ഈഗോ. ഓക്കെ, I think this Bible is so good. We should print this. I'm just communicating. This Bible is so good. I think I should also get a Bible like this. Right? This is a mature ego, so it will not hurt. Right. Okay? It is a very mature, very straightforward ego. ഈ ബൈബിൾ കൊള്ളാലോ, എടുത്തോണ്ടാ. If that thought is parental ego, that will hurt you. Yes. That will hurt you. Okay? ഈ ബൈബിൾ എവിടുന്ന് കൊണ്ടുവന്ന് പറയുന്നേ, that is a child ego. So if you need to get the respect, you need to know which ego you should talk, and we should use ego in different ways. This is a different class which I would take in a different time. Anyway, so what will happen? You rejected transaction analysis. When I teach that thing, you be in that class. That is a very practical things which I will teach you in that class. Now, short that is a very big class. You rejected me, I will reject you. Nee enna thallikkaladu, njan thallikkaladu. Allengil രണ്ടാമത്തെ റിയാക്ഷൻ, എന്തിനാണോ നീ എന്നെ തള്ളിക്കളഞ്ഞത്, ഞാൻ നിനക്ക് വേണ്ടി എല്ലാം ചെയ്തില്ലേ, നീ എന്തിനാ എന്നെ തള്ളിക്കളഞ്ഞത്, നിനക്ക് എന്നെ ഇഷ്ടമാണ്, നീ പറഞ്ഞ എല്ലാം ചെയ്യാം. ദാറ്റ് ഇസ് സെക്കൻഡ് റിയാക്ഷൻ. ഓക്കെ, ഈ രണ്ട് റിയാക്ഷൻ അല്ലാതെ വേറെ റിയാക്ഷൻ ഇല്ല. വാട്ട് എവർ ഈസ് ദാറ്റ്. ഓക്കെ, ഇത് നമ്മൾ പഠിച്ച കാര്യമാണ്. ഇനിയും വാട്ട് ഹാപ്പൻ ഈസ് ദാറ്റ് അവർ നമ്മളെ തള്ളിക്കളഞ്ഞു, നമ്മൾ അവരെ തള്ളിക്കളഞ്ഞു. അപ്പൊ നമ്മൾ അവരെ തള്ളിക്കളയുമ്പോൾ അവരും ഹേർട്ടാവും അല്ലേ. അടുത്ത വർഷം നമ്മൾ അവരെ കാണുമ്പോൾ അവനെ ടോപ്പിക് അവർ പറയാം, എന്ത് പറ്റി, ചിലപ്പോ അറിയാതായിക്കോ, അറിഞ്ഞുകൊണ്ടായിരിക്കും, എന്ത് പറ്റി. അപ്പൊ അവരും they also get into the cycle. They say, അവർക്ക് വേണ്ട എനിക്ക് വേണ്ട. That is next. അവർക്ക് വേണ്ട എനിക്ക് വേണ്ട, അവരെന്നോട് സംസാരിക്കില്ല, ഞാനത് സംസാരിക്കില്ല, പാടിനോട്ട്. ഇന്നത്തെ ക്ലാസ്, ഇന്നത്തെ വൈകിട്ടത്തെ മീറ്റിംഗിൽ ഒരു കാര്യം പറഞ്ഞു, 3 സ്നേഹത്തിൻ്റെ പറഞ്ഞു അല്ലേ. ഒരു സ്നേഹം എന്താണ്, നിനക്കുള്ളത് എനിക്ക് വേണം, എൻ്റെ ഞാൻ നിനക്ക് തരത്തുമില്ല. നിനക്കുള്ളത് എനിക്ക് വേണം, എൻ്റെ തുക ഞാൻ നിനക്ക്, ഞാൻ വിട്ടു കൊടുക്കാൻ റെഡിയല്ല, പക്ഷെ നിന്നെ ഞാൻ താഴ്ത്തും. ഒന്നാമത്തെ സ്നേഹം. രണ്ടാമത്തെ സ്നേഹം, നിനക്കുള്ളത് നിനക്കുണ്ട്, എനിക്കുള്ളത് എനിക്കുണ്ട്. നീ നിന്റെ പാട്ടിന് പോകും, ഞാൻ എൻ്റെ. നമ്മൾ മിക്കവാറും നമ്മുടെ ആക്ടിങ് എന്തിനാ, നമ്മൾ നല്ലപോലെ ജീവിക്കുന്നുണ്ട്. ഞാൻ പള്ളി പോകുന്നുണ്ട്, ഞാൻ ആരാധിക്കും, ഞാൻ ആരും ശല്യപ്പെടുത്താൻ പോകുന്നില്ല, ഞാൻ ആരെ ബുദ്ധിമുട്ടാൻ പോകുന്നില്ല. അവർക്കുണ്ടെങ്കിൽ അവർക്കുണ്ട്, എനിക്കുണ്ടെങ്കിൽ ഉണ്ട്, ഞാൻ പോയി ആരാധിച്ചിട്ട്. പക്ഷെ മൂന്നാമത്തെ സ്നേഹം എന്തായിരുന്നു, നല്ല അമേരിക്കാരൻ്റെ സ്നേഹം എന്തായിരുന്നു, എനിക്കുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അതാണ് ദൈവം നമ്മളെ എത്ര സ്നേഹിച്ചു. തന്റെ God loved us so much that he gave his only begotten son, ഏകജാതനായ പുത്രനെ നമുക്ക് തന്ന് സ്നേഹിച്ചു, കൊടുത്തു സ്നേഹിച്ചു. ഏകജാതനായ പുത്രനെ നമുക്ക് തന്ന് കൊടുത്ത് നമ്മളെ സ്നേഹം പ്രകടിപ്പിച്ചു, നമ്മളോടുള്ള സ്നേഹം കർത്താവ് പ്രകടിപ്പിച്ചു. അതാ മൂന്നാമത്തെ സ്നേഹം, നല്ല ശമരിയക്കാരന്റെ സ്നേഹം. എന്നിട്ട് ശമരിയക്കാരൻ പറഞ്ഞെന്തുവാ, ഞാൻ പോയിട്ട് ഞാൻ തിരിച്ചു വരും, എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതും ഞാൻ നിനക്ക്. അപ്പൊ നിനക്കുള്ളത് ഇത് ഇരിക്കട്ടെ, പക്ഷെ എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. അതാണ് സ്നേഹം. അപ്പൊ നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം, ഗിവിങ്. നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും അല്ലെ. ഇന്ന് ആരാധനയ്ക്ക് വന്നു, ഇന്ന് ആരാധനയ്ക്ക് അനുഗ്രഹമില്ലായിരുന്നു, നീ ആയിരുന്നു അനുഗ്രഹം വാങ്ങേണ്ടത്, നീ എന്തോ കൊടുത്തു. ഇന്ന് പാസ്റ്റർ പ്രസംഗിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പാസ്റ്ററിന്റെ മെസ്സേജ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നീ എന്തോ ചെയ്തു. അവിടാണ് എല്ലാ തെറ്റുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ ആരാധനയ്ക്ക് വരുമ്പോൾ, നമ്മുടെ ഇത് വരുമ്പോൾ ഒരു ആഴ്ച മൊത്തം കർത്താവിന്റെ സന്നിധാനത്തിൽ ഇരുന്ന് we need to get something, and in the church when we come, we are coming to what? Worship. Coming for what? Worship. Worship and Take and give. Take and give. God gave. ഞാൻ കൊടുക്കുക, and take it. You take it from me, I give it to you. And I take it from you. Okay? We have to mutually exchange. Okay? It is something like on Sunday morning when we come, we all bring our gifts. Okay, 6 days we spend with God, and we are having something to give to other people also.
Okay, that is how it should be, because God gave. That's what it says. God gave. Okay, so now what happened? This rejection cycle. I rejected him. He rejected me. I rejected him back. See, the whole cycle is repeating again. ഒരു ചുരുളിക്കാറ്റ് മതി അല്ലേ? ലൈഫ് ഇങ്ങനെ അവൻ എന്നെ കണ്ടില്ല, ഞാൻ അവനെ കാണത്തില്ല. അവൻ എന്നെ കണ്ടില്ല, ഞാൻ അവനെ കാണത്തില്ല. Let me tell you, 12 വർഷമായിട്ട്, 15 വർഷമായിട്ട്, 20 വർഷമായിട്ട് സംസാരിക്കാത്ത അനേക ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ കാണും. അവരെന്നെ തള്ളിക്കളഞ്ഞു, ഞാനും അവരെ കാണുമ്പോൾ ഒക്കെ നടക്കുക. വർഷങ്ങളായിട്ട് നടക്കും. അപ്പൊ അവരെ കാണുമ്പോൾ ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൽ കാണുമായിരിക്കും. ഞാൻ ചോദിക്കുന്നത്, I'm just asking you, what will be our reaction? The person, somebody who rejected us maybe 20 years back before we come to Christ, when we see them, what is our reaction? I know what should be, but how we react right now, in our natural way, how we react to that person. You mean when we have no Christ in us? Yes. You just turn away and walk away, and then if you have to curse him internally, you might still curse again. And keep See, if you want to turn away from that person, you will still turn away from that person. If you get a chance to curse that person, you will still curse that person. Okay, right? But what is that we should do? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ക്രിസ്തുവിൽ വന്ന് നമ്മൾ എങ്ങനെ അവരോട് റിയാക്ട് ചെയ്യണം? നമ്മളെ തള്ളിക്കളഞ്ഞവർ ക്ഷമിക്കണം, സ്നേഹിക്കണം, അവരെ അനുഗ്രഹിക്കണം. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കും. അവരെ അനുഗ്രഹിക്കുമല്ലോ എനിക്കറിയില്ല, നിങ്ങൾ അനുഗ്രഹിക്കും അല്ലേ? That is what the word of God very clearly said. Though, so ഈ റിജക്ഷൻ സൈക്കിൾ നമ്മൾ സ്റ്റക്ക് ആയിട്ട് പോകുന്നു. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടിച്ചിട്ട് പറയട്ടെ. എഫീഷ്യനിലേക്ക് നമുക്ക് എടുക്കാം. എഫീഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 3, 4, 5, 6, 7, 8. എഫീഷ്യൻ ലേഖനം 1-ാം അധ്യായം 3, 4, 5, 6, 7, 8 വാക്യങ്ങൾ നമുക്ക് സ്ലോലി വായിക്കാം. വായിച്ചു മലയാളത്തിൽ. സ്വർഗത്തിൽ അനേക ആത്മീക അനുഗ്രഹങ്ങൾ ഉണ്ട്. ക്രിസ്തു കാരണം കൊണ്ട്, ക്രിസ്തു നമ്മളെ വീണ്ടെടുത്ത കാരണം കൊണ്ട്, സ്വന്തം രക്തത്താൽ നമ്മൾ വീണ്ടെടുത്ത കാരണം കൊണ്ട് സ്വർഗത്തിൽ ഇരിക്കുന്ന ആ അനുഗ്രഹം നമുക്കും ഉണ്ട് അല്ലെ? വാഴ്ത്തപ്പെട്ട. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ആണോ? സ്വർഗത്തിൽ ഉള്ള എല്ലാ അനുഗ്രഹങ്ങളും കർത്താവായ യേശു ക്രിസ്തു കാരണം കൊണ്ട്, തന്റെ രക്തത്താൽ നമ്മൾ വീണ്ടെടുത്ത കാരണം കൊണ്ട് ഞാനും അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ആണോ അല്ലയോ? നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു ഉണ്ട് എന്ന് പറയുമ്പോൾ one thing what we say, we are blessed. പറഞ്ഞേ, we are blessed. We are blessed. Touch your neighbor and say, we are blessed. We are blessed. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഒന്ന്, നമ്മുടെ മൈൻഡിൽ അത് ഫീഡ് ചെയ്യണം. നമ്മളെ ആര് ശപിച്ചു എന്ന് പറഞ്ഞാലും, എന്തു പറഞ്ഞു എന്ന് പറഞ്ഞാലും, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ആണോ? ഫസ്റ്റ് പോയിന്റ്, കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. വായിച്ചോ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഭയങ്കര ഫിലോസഫി അതല്ലേ? അത് ഭയങ്കര എന്താ പറഞ്ഞ, നാട്ടിൽ നിന്ന് കിട്ടുന്ന ചില മാവുണ്ട മാതിരി, കടിച്ചാൽ പൊട്ടാത്ത മാവുണ്ട അല്ലേ? അതിനെ ഞാൻ വെരി സിമ്പിൾ ആക്കാം, വെരി സിമ്പിൾ. അതിനെ ബ്രേക്ക് ചെയ്യാൻ പോവാ, അതിനെ ബ്രേക്ക് ആക്കി പീസാക്കാൻ പോവാ. ഒന്ന് ഇംഗ്ലീഷിൽ വായിക്കാം, സ്ലോലി വായിക്കാം. ഇംഗ്ലീഷിൽ വായിച്ചോ. Praise be to the God yes. and Father of our Lord Jesus Christ, yes, who has blessed us in the heavenly realms. So first thing, we are blessed, okay, with every spiritual blessings in Christ. In Christ. For he chose us in him before the creation of the world to be holy and blameless in his sight. In love, he predestined us to be adopted as his sons through Jesus Christ in accordance with his pleasure and will. Okay. നിങ്ങളുടെ പേന ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബൈബിളിനകത്ത് ഞാൻ പറയുന്ന വാക്യങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. വാക്യങ്ങൾ മാത്രം അണ്ടർലൈൻ ചെയ്യണം. ഒന്ന്, ഏറ്റവും ഉള്ള ബ്ലസ്സഡ്, അനുഗ്രഹം എന്നുള്ള വാക്ക്
നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. ഞാൻ ഈ ആ വാക്യത്തെ ഒത്തിരി സിമ്പിൾ ആക്കുവാണ്. അനുഗ്രഹം, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാ. 2, ഗോഡ് ലവ്ഡ് us, ദൈവം നമ്മളെ സ്നേഹിച്ചു. സ്നേഹം എന്ന വാക്ക് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യണം. സ്നേഹം. 1 അനുഗ്രഹം, 2 സ്നേഹം, അണ്ടർലൈൻ ചെയ്യണം. 3 ചോസ് എന്തോ മലയാളത്തിൽ എന്തോ നമ്മള് തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുത്തു എന്ന വാക്യം അണ്ടർലൈൻ ചെയ്യണം. ആ വാക്യങ്ങൾ മാത്രം. തിരഞ്ഞെടുത്തു. 3 ഹോളി, വിശുദ്ധരാക്കി. ഹോളി. അത് കഴിഞ്ഞ് വിതൗട്ട് ഫോൾട്ട്, മലയാളത്തിൽ എന്തോ വിതൗട്ട് ഫോൾട്ട്, കുറവില്ലാത്തവർ ആയി, അങ്ങനെ വാക്കുണ്ടോ? ബ്ലെയിംലെസ് എന്ന വാക്ക് നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. അത് നിഷ്കളങ്കർ എന്ന വാക്ക് നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഹിസ് അൺചേഞ്ചിങ് പ്ലാൻ ഹാസ് അഡോപ്റ്റ്, ദത്ത് എടുത്തു എന്നുള്ള വാക്ക് നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. അത് കഴിഞ്ഞ് വായിച്ച് താഴെ വരുമ്പോൾ സ്വാതന്ത്ര്യം, ഫ്രീഡം എന്നൊരു വാക്കുണ്ട്. ആ ഫ്രീഡം എന്ന വാക്ക് അണ്ടർലൈൻ ചെയ്യണം. ഉണ്ടോ? മോചനം. ഓക്കെ, മോചനം അണ്ടർലൈൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് forgiven, ക്ഷമിച്ചു. ഉണ്ടോ? forgiven ഉണ്ടോ? സ്വാതന്ത്ര്യമുണ്ടോ? He is through the blood of his son, അവന്റെ രക്തത്താൽ. He is so rich in kindness that he purchased our freedom, നമ്മുടെ സ്വാതന്ത്ര്യം. Through the blood of his son our sins have been forgiven. അവന്റെ രക്തത്താൽ നമ്മുടെ പാപങ്ങൾ മോചനം പ്രാപിച്ചിരിക്കുന്നു. ഓക്കെ, ഇനി ആ വാക്ക് നമ്മൾ സിമ്പിൾ ആയിട്ട് ഓക്കെ, അതിനകത്ത് ഞാൻ പറഞ്ഞ അണ്ടർലൈൻ ചെയ്ത വാക്യങ്ങൾ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. 1, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. I am blessed through Christ Jesus. Okay, it doesn't matter what people say. Second thing, I am loved by Christ Jesus. I am loved. My Christ loves me. അല്ലേ? എൻ്റെ ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു. 3, I am chose. എന്നെ തിരഞ്ഞെടുത്തു. ഞാൻ തിരഞ്ഞെടുത്തവനാ. ഞാൻ കൊച്ചു പുള്ളിയൊന്നുമല്ല. എന്റെ മുകളിൽ സ്റ്റാമ്പ് വെച്ചിട്ട് എന്നെ തിരഞ്ഞെടുത്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് I am holy in Christ. ഞാൻ വിശുദ്ധനാണ് ക്രിസ്തുവിൽ ആണെങ്കിൽ ഞാൻ വിശുദ്ധനാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ blameless. I am blameless. ആരെന്തു പറഞ്ഞാലും I am blameless. അത് കഴിഞ്ഞിട്ട് I am adopted. Who has adopted me? Christ Jesus has adopted me. Hallelujah. I am free. There's freedom. ഞാൻ സ്വതന്ത്രനാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ഷമിക്കപ്പെട്ടവനാണ്. This is all the qualities which you have received through Christ Jesus. Now, if somebody say that you are not holy, who cares? Somebody say that they're putting all that blame on you, but the word of God says you are blameless. Amen. Hallelujah. And somebody say, who are you? You can say, I am adopted. Amen. But Christ Jesus, amen, I am forgiven. Amen. When people bring your old problems back into your life, നീ ചെയ്ത കാര്യം ഓർമ്മയുണ്ടോ? 15 വർഷം മുമ്പ് നീ എന്നോട് പറഞ്ഞ കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ? God says that I am forgiven. Yes. You didn't forgive, that's your problem. Amen. But I have forgiven you. Amen. So when you have that feeling, who cares what people think about us? Right. Because your dollar sign is being signed by who? Jesus. And that signature, that stamp is what gives the value to you. It's not the people who would think about you is what gives the value to you. But നിങ്ങൾ ഈ ലോകത്തിലാണെങ്കിൽ ആൾക്കാരെ പ്രസാദിപ്പിക്കാൻ പോവാ നിങ്ങൾക്ക് എപ്പോഴും നിരാശ ഉണ്ടാകും. All the time you will be discouraged. But if you are trying to please God, you are adopted, you are forgiven, you are loved, you are cared by God. Who cares about the people? Okay. What we have to do, we have to show the same love To others. Okay, now how we will respond to this reaction? Okay, this is all fine. കർത്താവ് നമ്മളെ സ്നേഹിച്ചു. പക്ഷേ കർത്താവിന്റെ സ്നേഹം ഇനി ഞാൻ എങ്ങനെ കാണിക്കും? ഞാൻ തിരിച്ചെങ്ങനെ കാണിക്കാൻ ഇച്ചിരി പാടാ. പക്ഷെ ഞാൻ എങ്ങനെ കാണിക്കും? അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ so these are the points you need to remember. Believe that I am blessed. Believe that I am chosen. Believe that I am holy. Believe that I am blameless. Believe that I am loved. Believe that I am adopted. Believe that I am free. Believe that I am forgiven. Believe that I am accepted. Amen. When you believe all that thing,
what will happen? Nobody will put you down. Instead of you putting them down, അവരെ താഴ്ത്തിരുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യും? ഈ സൈക്കിൾ ദൈവമക്കൾ എന്ന രീതിയിൽ, കർത്താവിന്റെ ശിഷ്യൻ എന്ന രീതിയിൽ നിങ്ങൾ താഴോട്ട് പോകാതെ ഇത് റിജക്ട് ചെയ്യും. You will reject it back. ഒരാൾ എന്നെ തള്ളിക്കളഞ്ഞാൽ ഞാൻ അത് തള്ളിക്കളഞ്ഞില്ല. Amen. What you will do? You will reject it back and your cycle will go this way. ഇത് ഞാൻ ഓൾറെഡി നോട്ട്സിൽ തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾ പഠിക്കാതെ. I will respond that person back with love. അല്ലേ? എന്നെ ഒരാൾ തള്ളിക്കളഞ്ഞു, എന്നെ ഒരാൾ നിന്ദിച്ചു, but what I am going to do? ഞാൻ കാണുമ്പോൾ ഞാൻ സ്നേഹിച്ചു. I will accept. Amen. And I'm standing here and by the God's will say, if anybody has rejected me, I will still open my arms and I will accept that person. Amen. Because if I'm teaching this thing and if I'm not doing this thing, then all this punishment is going to come on me. Amen. Right? I will accept. If you want to come and talk to me, I will come to your house. Amen. I will do that thing. That's what you want me to do. Yes. If that resolves the issue, no problem, we'll do that thing. Amen. But, so, you are deeply loved by God. You are deeply loved by God. Okay, so we'll go. Now what we want to see is that what Jesus did. നമ്മൾ ഇതെല്ലാം പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവ് എന്ത് ചെയ്തു എന്നുള്ള കാര്യം പഠിക്കണം. ഓക്കെ, 1 പത്രോസ് 2-ാം അധ്യായം, പെട്ടെന്ന് എടുക്കുക. 1 പത്രോസ് 2-ാം അധ്യായം 21, 22, 23 വാക്യം. 1 Peter chapter 2 verse 21, 22, 23. നമ്മൾ ശിഷ്യത്വം പഠിക്കുമ്പോൾ when we are studying about discipleship, if we don't study about our master, that discipleship is empty, it's not complete. So now we are coming to Christ. What Christ did. Why? അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. Okay. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ സ്നേഹിച്ച കാരണം കൊണ്ട് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാഴ്ചകൾ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു. See, കർത്താവ് ഇത് പഠിപ്പിക്കുമ്പോൾ മനസ്സിലായോ? ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളൊരു മാതൃക നിങ്ങൾക്ക് വെച്ചിട്ട് പോയിട്ടുണ്ട്. ആ പാതവടത്തിൽ ആ കാൽച്ചുവടിൽ നമ്മളങ്ങ് നടന്നാൽ മതി. അതാണ് ഈ വചനം. ഓക്കെ. അവൻ പാപം ചെയ്തിട്ടില്ല. അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. ദൈവത്തിന്റെ വായിൽ, കർത്താവിന്റെ വായിൽ വഞ്ചന ഒന്നും ഇല്ലായിരുന്നില്ല. 1, അവൻ പാപം ചെയ്തില്ല. 2, ദൈവത്തിന്റെ വായിൽ, കർത്താവിന്റെ വായിൽ, യേശുക്രിസ്തുവിന്റെ വായിൽ വഞ്ചന ഉണ്ടായിരുന്നില്ല. വഞ്ചന എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വഞ്ചന എന്ന് പറഞ്ഞാൽ? ചതിക്കുക, ശപിക്കുക, വേറെന്തല്ലോ പറ. വഞ്ചന എന്ന വാക്കിന്റെ അർത്ഥം എന്തോ? കളിപ്പിക്കുക, ചതിക്കുക, കള്ളത്തരം പറയുക. അപ്പൊ കർത്താവിന്റെ വായിന്ന് വഞ്ചന ഇല്ലായിരുന്നു. കർത്താവിന്റെ വായിൽ ആരും ചതിച്ചിട്ടില്ല, കർത്താവ് ആരും ശപിച്ചിട്ടില്ല, കർത്താവ് എല്ലാവരും സ്നേഹിച്ചത് മാത്രമുള്ളൂ. അപ്പൊ ആ കർത്താവിന്റെ ശിഷ്യൻ നമ്മളാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും? അതുപോലെ ചെയ്യണം. എന്നാൽ മാത്രമേ നീ ഒരു ക്രിസ്ത്യാനി എന്ന് നിനക്ക് എന്താ പറയാ അഭിമാനിക്കാൻ പറ്റത്തുള്ളൂ. അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലോ നമ്മതായ ക്രിസ്ത്യാനി. ഇന്നലെ പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞത്, ഇറ്റ് ഈസ് എ വെരി ഗുഡ് തിങ്. സാക്കിയസ് want to come and see Christ. കർത്താവിനെ കാണാനായിട്ട് സഖായി ആഗ്രഹിച്ചു. പക്ഷെ അവിടെ നിന്ന് പുരുഷാരം കാരണം കൊണ്ട് കാണാൻ പറ്റിയില്ല. അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? അതിന്റെ അർത്ഥം എന്തോ? എന്റെ കാരണം കൊണ്ട് ജനം ആൾക്കാരെ കാണണം, എന്റെ കാരണം കൊണ്ട് ജനം ആൾക്കാരെ കാണാതിരിക്കില്ല. ജനം കർത്താവിനെ കാണാതെ ഇരിക്കില്ല. എന്നാൽ എന്റെ കാരണം കൊണ്ട് ജനം കർത്താവിൽ കാണണം, കർത്താവിനെ വരണം. ഞാൻ തടസ്സമായിട്ട് നിൽക്കില്ല. അപ്പൊ എന്റെ സ്വഭാവം ശരിയല്ലെങ്കിൽ എന്റെ കാരണം കൊണ്ട് അനേക ആത്മാക്കൾ നമ്മൾ തടയുന്നുണ്ട്, അനേക സക്കായികൾ നമ്മൾ തടയുന്നുണ്ട്. ഓക്കെ, അതാണ് പറഞ്ഞത്. കർത്താവിന്റെ വായിൽ വഞ്ചന ഇല്ലായിരുന്നു. ഓക്കെ, തന്നെ ശകാരിച്ചു, കർത്താവിനെ ശകാരിച്ചു, പക്ഷെ കർത്താവ് തിരിച്ച് ശകാരിച്ചില്ല. കഷ്ടം അനുഭവിച്ചിട്ടും തിരിച്ചൊന്നും പറയാതെ ഭരമേൽപ്പിച്ചു. ഓക്കെ, ഇംഗ്ലീഷ് ഭാഷ. To this you were called. For this is what you are called. Heavenly Call Mission Church. For this is what you are called. Because Christ Christ suffered for you. Christ suffered for you, Heavenly Call Mission Church.
leaving you an example. God has left you an example. God is living you an example, and this is why Heavenly Call Mission Church, you are being called. God has set you an example. That You should follow in His steps. you follow His footsteps. You follow what Jesus did. You just follow what He did. Yes. He committed no sin, He committed no sin, and no deceit no deceit. was found in His mouth. No deceit was found in His mouth. His mouth. No deceit should found in our mouth. No deceit should found in our mouth, because no deceit was found in His mouth. Okay. When they heard their insults at Him, He did not retaliate. When people insulted Jesus Christ, He didn't react to that insult. And He has put that example, and we, Heavenly Call Mission Church, has to follow His Steps. footsteps. Okay, then When He suffered, when He suffered, He made no threats. He made no threat. When people was threatening Him, He made No. no threat. Instead, Instead, He entrusted Himself to Him who judges justly. Instead, He just entrusted into Him who judges. ന്യായവിധിക്കുന്ന കയ്യിൽ ഈ കാര്യം ഭരമേൽപ്പിച്ചു. നമ്മുടെ കർത്താവ് നമുക്ക് കാണിച്ചു കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം, ഏറ്റവും ബെസ്റ്റ് ഇത് തന്നെ നമ്മളെ ഫോളോ ചെയ്താൽ മതി. ബൈബിളിലെ വേറെ ഒരു വാക്യം വായിച്ചില്ലെങ്കിലും ഈ വാക്യം ഒരു വാക്യം കാണാപ്പാടമായിട്ട് വെച്ചാൽ മതി, അല്ലെ? ജസ്റ്റ് കാണാപ്പാടമായിട്ട് വെച്ചാൽ എന്റെ ക്രിസ്തുവിനെ അവർ തള്ളിക്കളഞ്ഞു, എന്റെ ക്രിസ്തു തള്ളിക്കളഞ്ഞില്ല. എന്റെ ക്രിസ്തുവിനെ അവര് ദുഷിച്ചു, എന്റെ ക്രിസ്തു ദുഷിച്ചില്ല. എന്റെ ക്രിസ്തുവിനെ അവര് വേണ്ടതെല്ലാം പറഞ്ഞു, എന്റെ ക്രിസ്തു അങ്ങനെ തിരിച്ചു പറഞ്ഞില്ല. ഈ ഉദാഹരണം, ഈ എക്സാമ്പിൾ കർത്താവ് നമുക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ട് പോയിരിക്കുക. ആ സ്റ്റെപ്പിൽ, ആ ഫുഡ് സ്റ്റെപ്പിൽ നടന്നു കൊടുത്താൽ മതി. That's very simple. പെട്ടെന്ന് ഞാൻ തീർക്കട്ടെ, 2 മിനിറ്റിനകത്ത് 3 സ്റ്റെപ്പ്. I'm just going to take it. You can take this thing to your home. What are we going to do? 3 steps. 3 steps to change your attitude. First, tell to God. Whenever somebody reject you, നമ്മളെ ഒരാളെ തള്ളിക്കളയുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് കർത്താവിന്റെ കരങ്ങൾ പരിമേൽപ്പിക്കുക, കർത്താവിന്റെ കരങ്ങൾ കൊടുക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ്. Write it down if you want to make it notes. Write it down. First thing, tell God. Psalms 62 verse 8. വായിക്കാം. Psalms 62 verse 8. ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിക്കുകയും എല്ലാ കാലത്തിലും, നല്ലതിലും തീയതിലും പന്നകാലത്തിലും എല്ലാ കാര്യത്തിലും അവനിൽ, എന്റെ കർത്താവിൽ ആശ്രയിക്കുകയും നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുകയും. നിങ്ങളുടെ ഹൃദയം കേൾക്കണം, നിങ്ങളുടെ ഹൃദയം ആരുടെ മുൻപിൽ? ദൈവത്തിന്റെ മുൻപിൽ പകരുവിൻ. നിങ്ങളെ ഒരാള് റിജക്ട് ചെയ്തു, somebody rejected you, if somebody hates you, you pour out your heart in the hands of God. That's what Jesus did. Right. So first step, take home this application. First step, if somebody rejects you, you pour out your heart to God. Second step is renew your mind. Ephesians chapter 4 verse 23 and 24. വായിക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഒന്ന്, നമ്മൾ ഒരാൾ റിജക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ റിജക്ഷൻ മനസ്സിൽ വെക്കാതെ, സ്റ്റോർ ചെയ്യാതെ, റിയാക്ട് ചെയ്യാതെ, take it to God. Second step, renew your mind. Ephesians chapter 4 verse 23 and 24. വായിക്കാം. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുക. നമ്മൾ പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളണം. ഒന്ന്, നിനക്കൊരു പ്രയാസം വരുമ്പോൾ നീ അതിനെ റിയാക്ട് ചെയ്യാതെ കർത്താവിന്റെ അടുത്ത് കൊണ്ടുപോകണം. ഒന്ന്. രണ്ട്, കർത്താവിൽ വളരണം. അപ്പം കർത്താവിന് നമ്മള് ധരിക്കണം. കർത്താവിനെ നമ്മള് ധരിക്കണം. നമ്മുടെ പഴയ ഡ്രസ് എടുത്ത് കളഞ്ഞിട്ട് കർത്താവിനെ റിയാക്ട് ചെയ്തു. യു ബിക്കം ക്രൈസ്റ്റ് ഫോർ ദാറ്റ് മൊമെന്റ്. കർത്താവ് നമ്മുടെ മോഡലൊക്കെ പോകുമ്പോൾ we always get a band. What would Jesus do? കർത്താവ് എന്തോ ചെയ്യും, അല്ലെ? ഇങ്ങനൊരു അവസ്ഥ വന്നാൽ what would Jesus do? You need to think. Somebody reject you. What would Jesus do? You do that thing. Hallelujah. So over there what is saying? Righteous, holy and be true. Third sector, we'll go 1 Peter chapter 3 verse 9. 1 പത്രോസ് 3-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഒന്ന്,
നമുക്കൊരു പ്രയാസം വരുമ്പോൾ, റിജക്ഷൻ വരുമ്പോൾ നമ്മൾ കർത്താവിനോട് പറയുക. 2, നമ്മൾ കർത്താവിൽ വളരുക. കർത്താവ് എങ്ങനെ ആക്ട് ചെയ്യുമോ അതുപോലെ നമ്മൾ ആക്ട് ചെയ്യണം. 3, സ്റ്റാർട്ട്. പറഞ്ഞോ. അപ്പൊ കർത്താവിനെ നീ ധരിച്ചു കഴിഞ്ഞാൽ, കർത്താവിനോട് നിന്റെ മനസ്സ് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിനെ നീ ധരിച്ചു കഴിഞ്ഞാൽ ദോഷത്തിന് പകരം ദോഷം നീ ചെയ്യത്തില്ല. നീ ദോഷത്തിന് പകരം ദോഷം ചെയ്യത്തില്ല. കാരണം എന്റെ കർത്താവ് അങ്ങനെ ചെയ്തില്ല, എന്റെ കർത്താവ് അങ്ങനെ ചെയ്തിട്ടില്ല. ഓക്കെ, ശകാരത്തിന്റെ പകരം ഇൻസൾട്ട്. ഒരാൾ നമ്മളെ ഇൻസൾട്ട് ചെയ്താൽ നമ്മൾ തിരിച്ച് ഇൻസൾട്ട് ചെയ്യത്തില്ല. ബിക്കോസ് വാട്ട് വുഡ് ജീസസ് ഡു? Jesus will never insult a person back with an insult. Okay. That is it. Instead of rejecting that person back, you bless that person. When you bless that person, the blessing will come upon you. നിങ്ങൾ അനുഗ്രഹിക്കുമ്പോൾ അവർ അനുഗ്രഹിക്കപ്പെടുമ്പോൾ ഒരു എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ റിജക്ട് ചെയ്ത ഒരാളെ നിങ്ങൾ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം അനുഗ്രഹം. This is all about us. We are studying. We are not trying to fix the world, we are trying to fix ourselves. Hallelujah. Last വാക്യം മാത്രം വായിച്ചിട്ട് നമുക്ക് തീർക്കാം. Proverbs chapter 16 verse 7. Proverbs chapter 16 എല്ലാവരും എടുക്കണം. സദൃശവാക്യം 16-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. 16-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. ഉറക്കെ. ഒരുത്തന്റെ വഴി യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കും. അതായത് അതിന്റെ അർത്ഥം യഹോവ. What would Jesus do? If we start walking like Jesus, then അവൻ അവന്റെ ശത്രുക്കളെ പറഞ്ഞ അവനവന്റെ ശത്രുക്കളെ അവനോട് ഇണക്കുന്നു. അപ്പൊ കർത്താവിലുള്ള ഒരു വ്യക്തിക്ക് ശത്രുക്കൾ ഇല്ല. നമുക്ക് ശത്രു ഒന്നേ ഉള്ളു. ആരാണത്? We have only one fight. Our fight is not with flesh and blood. Our fight is with against the rulers of darkness and the power of the darkness and against the devil. As Mission Church, Heavenly Mission Church, we will stand together. We will fight against one enemy. We have one enemy. Who is that? Devil. Devil. Because we are the children of God.